ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കാണാനിടയായി. അത് ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. പ്രത്യേകിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം, ഈ ദിവസം തന്നെയാണ് ഇതിനെ തെരഞ്ഞെടുത്ത് ആസൂത്രിതമായി ഒരു പദ്ധതി തയ്യാറാക്കിയതാണ്. ഇതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.5 കൊല്ലം മുമ്പ് നടന്ന സംഭവം അന്ന് നടന്നതുപോലെ വാർത്ത ചിത്രീകരിച്ചുകൊണ്ട് ഇതുപോലൊരു സംഭവം ആവർത്തിക്കുകയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ്. അപ്പോൾ ഇത് ആസൂത്രിതമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നോട് DC ബുക്സുകാർ ചോദിച്ചിരുന്നു, മാതൃഭൂമി ബുക്സ് ചോദിച്ചിരിക്കുന്നു, മാതൃഭൂമിയുടെ ശശി ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം. അപ്പോൾ എല്ലാം പൂർത്തീകരിച്ച് ആകെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഇത് പ്രിൻറ്റിങ്ങിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള നടപടിയാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ തയ്യാറാക്കി അത് ഒന്ന് ക്ലിയറായി എഴുതി പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്യുക. അതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നടപടിക്രമം. ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? അതാണ് ചോദ്യം. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംശയാസ്പദമായ കാര്യങ്ങളിലൂടെ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാര്യങ്ങൾ പറയും. ഇത് ബോധപൂർവമാണെന്നുള്ളത് ശരിയല്ലേ? ഇപ്പോൾ എനിക്ക് നേരത്തെ തൃശ്ശൂരിൽ 24 ചാനലുകാരുടെ ഒരു 3-4 ആളുകൾ, ഒന്ന് അവരുടെ പത്തനംതിട്ട ലേഖകൻ, പിന്നെ അവരുടെ തൃശ്ശൂർ ലേഖകൻ, പിന്നെ ഒരു കേസിൽ പ്രതിയായി ജയിലിൽ നിന്ന് വന്ന ഒരാൾ, ഇവരെല്ലാം കൂട്ടി തൃശ്ശൂർ ഒളരിയിൽ പോയി ഒരു സ്ഥലത്തിരുന്ന് ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയില്ലേ? ഞാനത് സംബന്ധിച്ച് പ്രസ് കൗൺസിലിനും ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. അതിപ്പോൾ നിലനിൽക്കുകയാണ്. ഞാൻ 24 ചാനലിലെയും എൻ്റെ ആ പരാതി അറിയിച്ചിട്ടുണ്ട്. DC ബുക്സ് ഇതുവരെ നിഷേധിച്ചിട്ടില്ല. DC ബുക്സിന് ഞാനിത് പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അവർക്കെതിരെയാണോ DGP പരാതി? അവർക്കെതിരെ കൂടിയാണോ DC? അല്ല, ഇത് പ്രസിദ്ധീകരിച്ചത് എങ്ങനെ? ഞാൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല, ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ നിലയിൽ ഇപ്പോൾ വാർത്ത വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത്. രാവിലെ പറഞ്ഞത് ഒരു പേജ് പോലും DC ബുക്സിന് നൽകിയിട്ടില്ല, താൻ എഴുതി കൊടുത്തിട്ടില്ലെന്നാണ്. ഈ 187 പേജും DC ബുക്സ് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. അതൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ DC ബുക്സിനെ ഇത് പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല.